വീണ്ടും സ്വാഗതം. പെൻസിൽ ഉപയോഗിച്ച് എഴുതാത്തവരായിട്ട് ലോകത്ത് ഒരാൾ പോലും ഉണ്ടാവില്ലല്ലേ? മിക്കവരും എഴുതാൻ തുടങ്ങിയത് തന്നെ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. എല്ലാവരുടെയും കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പെൻസിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അത്ഭുതവും ആർക്കും ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് നാം എല്ലാവരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൻസിൽ ബ്രാൻഡാണ് നട്രാജ് പെൻസിൽ. കയ്യിൽ ഒരു നട്രാജ് പെൻസിൽ ലഭിക്കുമ്പോൾ തോന്നിയിരുന്ന സന്തോഷവും പെൻസിൽ എഴുതി തീരുകയോ കളഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നുകൂടി നിങ്ങൾ മിക്കവാറും പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്നത് പോലെ പെൻസിൽ ചവയ്ക്കാറുമുണ്ടായിരുന്നു. സത്യമല്ലേ? പെൻസിൽ ഉപയോഗിച്ചിരുന്നപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പെൻസിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പെൻസിലിന്റെ ലെഡ് എങ്ങനെയാണ് തടിയുടെ ഉള്ളിൽ എത്തുന്നത്? തടിയിൽ സൂക്ഷ്മമിട്ടിട്ടാണോ ലെഡ് പെൻസിലിന്റെ ഉള്ളിൽ നിറയ്ക്കുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കാൻ പെൻസിൽ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി ടി വി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പെൻസിൽ നിർമ്മിച്ചത് ആരാണെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മഷിയിൽ മുക്കി എഴുതുന്നത് മടുത്തിട്ടായിരിക്കും ആ വ്യക്തി പെൻസിൽ നിർമ്മിച്ചത്, അല്ലേ? ആദ്യകാലത്തൊക്കെ പക്ഷി തുവലുകളുടെ അഗ്രം മഷിയിൽ മുക്കിയിട്ടായിരുന്നു കടലാസിലൊക്കെ എഴുതിയിരുന്നത്. എന്നാൽ ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചധികം മഷി കടലാസിൽ വീണ് പോയാൽ പിന്നെ എഴുതുന്നതൊക്കെ മുഴുവൻ പാഴായി പോവില്ലേ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്നത്തെ കാലത്ത് എന്തെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ എഴുതാൻ ശ്രമിക്കുന്നവരുടെ പങ്കപ്പാട് എന്തായിരിക്കുമെന്ന്. അങ്ങനെ മഷി ഉപയോഗിച്ച് എഴുതുന്നതിന് പകരമായിട്ട് കാലങ്ങൾക്ക് ശേഷം ആളുകൾ കരി ഉപയോഗിച്ചൊക്കെ എഴുതാൻ തുടങ്ങി. പക്ഷെ കരി ഉപയോഗിച്ച് എഴുതുമ്പോൾ കൈകൾ വൃത്തികേടാകുന്നത് ഒരു പ്രശ്നമായിട്ട് മാറി. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാകും കരിയുടെ മുകളിൽ ആവരണമൊക്കെ നൽകിയിട്ട് ആദ്യത്തെ പെൻസിൽ ഒരു അജ്ഞാതനായിട്ടുള്ള വ്യക്തി നിർമ്മിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് പെൻസിൽ നിർമ്മാണം എന്നത് വളരെ മോഡേണൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പെൻസിലുകൾ നിർമ്മിക്കപ്പെടുന്നത് വലിയ വലിയ ഫാക്ടറിയിലാണ്. അപ്പോൾ പെൻസിലുകൾ ഫാക്ടറിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാല്ലേ. പെൻസിൽ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം നിർമ്മിക്കുന്നത് പെൻസിലിന്റെ ലെഡാണ്. ലെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്രാഫൈറ്റ്, ക്ലേ എന്നിവ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഈ മിശ്രിതത്തെ ഒരു പ്രസ്സിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് പെൻസിലിന് ആവശ്യമുള്ള വലിപ്പത്തിലും ആകൃതിയിലുമുള്ള ലെഡ് തയ്യാറാക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ലെഡുകളെ ഉണക്കുന്ന ഘട്ടമാണ് അടുത്തത്. ലെഡുകളെ 1500 ഫാരൻഹീറ്റ് അഥവാ 815 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഡ്രയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഉണക്കുന്നത്. ഉണക്കിയെടുക്കുന്ന ലെഡുകളെ അതിനുശേഷം ലിക്വിഡ് വാക്സിനുള്ളിൽ കുറച്ചു നേരം മുക്കി വെക്കുന്നതാണ് അടുത്ത ഘട്ടം. കളർ പെൻസിലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ആദ്യഘട്ടത്തിൽ മിക്സ് ചെയ്യുന്ന ക്ലേയിലോ അല്ലെങ്കിൽ ലെഡുകൾ മുക്കി വെക്കുന്ന ലിക്വിഡ് വാക്സിലോ ആയിരിക്കും കളർ ചേർക്കുന്നത്. ലെഡുകളുടെ നിർമ്മാണം ഇതോടെ പൂർത്തിയാകുന്നു. തയ്യാറാക്കിയ ലെഡുകളെ ശ്രദ്ധാപൂർവ്വം സ്റ്റോറുകളിൽ സംഭരിച്ചു വെക്കുന്നു. പെൻസിൽ നിർമ്മാണത്തിന്റെ അടുത്ത പ്രോസസ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. പെൻസിലിൽ ഉപയോഗിക്കുന്ന ലെഡും ലെഡ് എന്ന മൂലകവും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ലെഡ് എന്ന മൂലകം ഒരു വിഷവസ്തുവാണ്. ലെഡ് മൂലകം ഉള്ളിൽ ചെന്നാൽ നിങ്ങൾക്ക് ലെഡ് പോയിസണിങ് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പെൻസിലിലെ ലെഡ് ഗ്രാഫൈറ്റും ക്ലേയും ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ. ഇനി പെൻസിലിന്റെ പുറംചട്ട എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പെൻസിലിന്റെ ലെഡ് തയ്യാറായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതിന് തടിയുടെ ആവരണം നൽകുക എന്നതാണ്. വളരെ എളുപ്പത്തിൽ ഷാർപ്നർ ഉപയോഗിച്ച് മുറിക്കാൻ കഴിയുന്നതും എന്നാൽ നമ്മുടെ കയ്യിൽ ഇരുന്ന് ഒഴിഞ്ഞു പോകാത്തതുമായിട്ടുള്ള തടിയാണ് പെൻസിലിൽ നിർമ്മിക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് പെൻസിൽ നിർമ്മിക്കാൻ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് ദേവദാരു വൃക്ഷത്തിന്റെ തടിയാണ്. ഫാക്ടറിയിൽ എത്തുന്ന ദേവദാരു വൃക്ഷത്തിന്റെ തടി ആദ്യം പെൻസിലിന്റെ നീളത്തിൽ ദീർഘചതുരാകൃതിയിൽ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ചതുരപ്പലകളിൽ പെൻസിലിന്റെ ലെഡ് പകുതി ഇറങ്ങിയിരിക്കുന്ന വിധം മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒരു വുഡ് ഫ്രെയിം തയ്യാറാക്കുന്നു. ഓരോ വുഡ് ഫ്രെയിമിലും ഏകദേശം 9 മുതൽ 10 ലെഡുകൾ ഇത്തരത്തിൽ വെക്കാൻ സാധിക്കും. മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത വുഡ് ഫ്രെയിമിൽ ആദ്യം പശ പുരട്ടുന്നു. പശ പുരട്ടിയ വുഡ് ഫ്രെയിമിൽ ഒരു റൊട്ടേറ്റിംഗ് മെഷീന്റെ സഹായത്തോടെ ലെഡുകൾ വുഡ് ഫ്രെയിമിലെ കൃത്യമായ സ്ഥാനത്ത് ഉറപ്പിച്ചു വെക്കുന്നു. അതിനുശേഷം ഒരു കൺവെയർ ബെൽറ്റിലൂടെ മുന്നിലേക്ക് നീങ്ങുന്ന ലെഡ് നിറച്ച വുഡ് ഫ്രെയിമിന് മുകളിലേക്ക് ഒരു മെഷീന്റെ സഹായത്തോടെ മറ്റൊരു വുഡ് ഫ്രെയിം വെച്ച് ലെഡുകൾ അതിനുള്ളിലാക്കിയിട്ട് സാൻഡ്വിച്ച് നിർമ്മിക്കുന്നത് പോലെ സീൽ ചെയ്യുന്നു. അതിനുശേഷം ലെഡുകൾ നിറച്ച് സീൽ ചെയ്ത വുഡ് ഫ്രെയിമുകൾ ഒരു കംപ്രസി മെഷീനിൽ ലോഡ് ചെയ്യുന്നു. കംപ്രസി മെഷീനിൽ ലോഡ് ചെയ്ത വുഡ് ഫ്രെയിമുകളുടെ ഇരുവശത്ത് നിന്നും അവയിൽ ഏകദേശം 900 കിലോഗ്രാം പ്രഷറാണ് ചെലുത്തുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വുഡ് ഫ്രെയിമുകൾ നന്നായിട്ട് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 1 മണിക്കൂർ നേരമാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. കംപ്രസർ മെഷീൻ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുത്ത ലെഡുകൾ ഉൾക്കൊള്ളുന്ന വുഡ് ഫ്രെയിമുകൾ അടുത്തായിട്ട് ഒരു കട്ടിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് പെൻസിലുകളുടെ ആകൃതിയിൽ മുറിച്ചെടുക്കുന്നു. പല ആകൃതിയിലുള്ള പെൻസിലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നിലധികം കട്ടിംഗ് മെഷീനുകളിലൂടെ പെൻസിൽ കടത്തിവിടേണ്ടി വരാറുണ്ട്. ആവശ്യമായ ആകൃതിയിൽ മുറിച്ചെടുത്ത പെൻസിലുകളെ ലിക്വറിംഗ് ഹെഡ് എന്ന മെഷീനിലൂടെ കടത്തിവിട്ട് പെൻസിലിന്റെ പുറംചട്ടയ്ക്ക് നിറം നൽകുന്നു. 1 മിനിറ്റിൽ 100-ലധികം പെൻസിലുകൾക്ക് നിറം നൽകാൻ ഈ മെഷീന് സാധിക്കും. നിറം നൽകപ്പെട്ട പെൻസിലുകളിൽ നട്രാജ് കമ്പനിയുടെ ബ്രാൻഡ് നെയിം സ്റ്റാമ്പ് ചെയ്ത് ഉണക്കിയെടുക്കുന്നതോടെ പെൻസിൽ നിർമ്മാണം പൂർത്തിയാകുന്നു. ഇനി ചുവട്ടിൽ ഇറേസർ ഉള്ള പെൻസിലുകൾക്ക് വേണ്ടി ഇറേസർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അവ എങ്ങനെയാണ് പെൻസിലുകളിൽ ഘടിപ്പിക്കുന്നതൊക്കെ നമുക്ക് പറയാട്ടോ. ഇറേസർ ആദ്യം ഇറേസർ നിർമ്മിക്കുവാനുള്ള റബ്ബർ ഹേസ്റ്റിംഗ് റോളറുകൾ നിക്ഷേപിക്കുന്നു. റീസൈക്കിൾ ചെയ്യാനുള്ള റബ്ബർ
റബ്ബറും അതിനോടൊപ്പം റോളറിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം റബ്ബർ വോൾക്കനൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടി സൾഫർ ചേർക്കുന്നു. വോൾക്കനൈസേഷൻ പ്രോസസ്സ് വേഗത്തിൽ നടക്കുന്നതിന് വേണ്ടി ധാരാളം ഉൾപ്രേരകങ്ങളും റബ്ബറിൽ ചേർക്കാറുണ്ട്. അടുത്തതായിട്ട് റോളറിലെ റബ്ബറിലേക്ക് വോൾക്കനൈസ് വെജിറ്റബിൾ ഓയിലും കളറും ചേർക്കുന്നു. സാധാരണ വെജിറ്റബിൾ ഓയിലിൽ സൾഫർ ചേർത്ത് നിർമ്മിക്കുന്ന ഓയിലാണ് വോൾക്കനൈസ്ഡ് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത്. പെൻസിൽ കൊണ്ട് കടലാസിൽ എഴുതിയത് മായ്ക്കുവാൻ എറേസറിന് കഴിവ് ലഭിക്കുന്നത് ഈ വോൾക്കനൈസിംഗ് വെജിറ്റബിൾസ് ഓയിലിൽ നിന്നാണ് കിട്ടും. അതിനുശേഷം റബ്ബറിലേക്ക് കാൽസ്യം കാർബണേറ്റ് കൂടി ചേർത്ത് നന്നായിട്ട് റോൾ ചെയ്തതിനു ശേഷം റോളറിൽ നിന്നും എറേസർ നിർമ്മിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ റബ്ബർ മിശ്രിതം പുറത്തെടുക്കുന്നു. പുറത്തെടുത്ത മിശ്രിതത്തെ അര ദിവസം സൂക്ഷിച്ചു വെച്ചതിന് ശേഷം കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ചതുര ഷീറ്റിന്റെ ആകൃതിയിൽ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ കനം കുറഞ്ഞ ഷീറ്റുകളായി മുറിച്ചെടുക്കുന്ന റബ്ബർ അടുത്തതായിട്ട് ഒരു സ്റ്റീം ഹീറ്റഡ് ഓവനിൽ കുറച്ചു നേരം ചൂടാക്കുന്നു. ഓവനിൽ നിന്നും പുറത്തെടുക്കുന്ന ഷീറ്റുകൾ അതിനുശേഷം കുറച്ചു നേരം വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നു. വെള്ളത്തിൽ നിന്നും പുറത്തെടുക്കുന്ന റബ്ബർ ഷീറ്റുകൾ എറേസറുകൾ നിർമ്മിക്കുവാൻ തയ്യാറായി കഴിഞ്ഞവയാണ്. അവ എറേസറുകൾക്ക് ആവശ്യമായിട്ടുള്ള ആകൃതിയിൽ മുറിച്ചെടുത്താൽ മാത്രം മതി. ഇനി അസംബ്ലി ലൈനിലൂടെ നീങ്ങുന്ന പെൻസിലുകളുടെ ചുവട്ടിൽ ഒരു അലുമിനിയം ക്യാപ്പ് എറേസർ ഉറപ്പിക്കുന്നതിന് വേണ്ടി മെഷീൻ സഹായത്തോടെ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഒരു അലുമിനിയം ക്യാപ്പിനുള്ളിലേക്ക് പെൻസിലിന് ആവശ്യമായിട്ടുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത എറേസർ ഒരു പ്രത്യേകതരം മെഷീന്റെ സഹായത്തോടെ ഉറപ്പിക്കുന്നു. അതോടെ ചുവട്ടിൽ എറേസർ ഉള്ള പെൻസിലും തയ്യാറാക്കുന്നു. ഇനി നിങ്ങൾക്കറിയാത്ത രസകരമായ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന 2 പെൻസിൽ ബ്രാൻഡുകളാണ് നട്രാജും അപ്സറയും അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയാമോ ഈ 2 ബ്രാൻഡിലുള്ള പെൻസിലുകൾ നിർമ്മിക്കുന്നത് ഒരേ കമ്പനിയാണ്. അതിന് ഹിന്ദുസ്ഥാൻ പെൻസിൽ എന്ന കമ്പനിയാണ് നട്രാജ്, അപ്സര എന്നീ പെൻസിലുകൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെൻസിൽ ഓരോ ദിവസവും ഇന്ത്യയിൽ 80 ലക്ഷം പെൻസിലുകളാണ് വിൽക്കുന്നത്. ഇന്ത്യൻ പെൻസിലിന്റെ വിപണിയുടെ 45% ഹിന്ദുസ്ഥാൻ പെൻസിലിന്റെ പക്കലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സുകൾ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു.